Guys, welcome back to my channel. Guys, നമ്മള് ബസ് സ്റ്റോപ്പിലാണ്. നമ്മള് വീണ്ടും കോളേജിൽ പോകാൻ പോയാണ്. നമ്മള് കളർ ഡ്രസ് ആണ്. നമുക്ക് ബാഡ്ജ് ഇല്ല ഗൈസ്. എന്റെ ബാഡ്ജാണ് കാണിക്കുന്നത്. നമ്മള് ബസ് കത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ സ്കൂട്ടി ഓടിക്കുകയാണ്. സ്കൂട്ടി കൊണ്ടാണ് നമ്മൾ ഇനി പോണത്. നമുക്ക് പനിയാണ് ഗൈസ്. ബസ് തങ്ങിയില്ല. നമ്മളെ കോളേജിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ് പോയത്. കോഴിക്കോട്ട് പോയി വട്ടത്തിൽ നമ്മള് അപ്പൊ നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ രണ്ടുപേരും ഞാനും ഇന്ന് മഞ്ഞയാണ്. എന്റെ പാന്റ് മഞ്ഞ, ഇവളെ ഉടുപ്പ് മഞ്ഞ, വെള്ള. പിള്ളേരൊക്കെ ചിരിക്കുന്നു. പാന്റ് എടുത്ത് പൊക്കി കാണിച്ചു കൈസ്. ഇവള് അയ്യടി പൊടി ഓട് വണ്ണടി മോളെ. രണ്ടുപേരും ഓട് വണ്ണി. ഇവള് ഓട് വൺ ഫർസാ. നമ്മള് ഓട്ടോ കാത്ത് നിൽക്കാണ് കൈസ്. എന്റെ സൈഡല്ലേ റിൻസാനെ കേറ്റു. നമ്മള് ലൈബ്രറിയിലോട്ട് പോവുകയാണ്. നമ്മളെ പ്രോജക്റ്റ് ചെയ്യാൻ HR ക്ലാസ് ആയതുകൊണ്ട് നമ്മള് ലൈബ്രറിയിലോട്ട് നമ്മൾ എക്സാം നടന്നു. നമ്മൾ ലൈബ്രറി കയറാൻ പോകുന്നത്. ഇത് MCA ക്ലാസ് സെക്കൻഡ് ഉള്ളൂ. എന്തോ ജനറൽ ലൈബ്രറി അവിടെയാണ്. പിങ്കി ഓടി വരൂ. നമുക്ക് ശിവട്ടനെ ഞാനും കൂടെ ഓടി വരാം. ലൈബ്രറി പൂട്ടിയിരിക്കുന്നു. ഇവർ രണ്ടൊരു കപ്പിൾസ് ആണ്. ഓക്കെ, അഭിനയിച്ച് തകർക്കുകയാണ്. അക്ഷയ പോയതിന്റെ ഷോ ആണ് ഈ കാണിക്കുന്നത്. നമ്മൾ ഫർസാനെയും ഭാവിനെയും ഒക്കെ നമ്മള് റൈഡ് പോവുകയാണ്. മഞ്ഞിന്റെ എവിടെ പോകുന്നു? ഇനി എന്റെ കുറച്ച് ഷോ കാണാം ഗൈസ്. പിങ്കി ഷോ ജംഷി നമുക്ക് ഫോട്ടോ എടുത്ത് തന്നിരിക്കുകയാണ് ഗൈസ്. ജംഷി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? താങ്ക് യു ഫോർ ദ ഫോട്ടോ ഷൂട്ട്. ഇനിയും വിളിക്കാവേ. ബൈ. നമ്മള് കോപ്പിയൊക്കെ എടുത്തു. കോട്ടിന്റെ കോപ്പിയൊക്കെ എടുത്ത് സൽമാൻ ID കാർഡ് ഇരിക്കുകയാണ്. സൽമാൻ ID കാർഡ്. നമ്മള് പോവുകയാണ്. ഇനി മല കയറി പോവുകയാണ്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ. നമുക്ക് ഇന്ന് ലഡു കിട്ടിയില്ലേ? സിറാജ് സാർ അവിടെ നിന്നപ്പോഴത്തേക്കും എന്നെയും ജെൻസിയും പാത്തുമാനെയും വിളിച്ചിട്ട് ലഡുവും ജിലേബിയും തന്നെ. എനിക്ക് വന്ന് മഞ്ഞ ഇട്ടോണ്ടാണ്. അല്ല, അപ്പൊ ജിലേബി എന്നതാ ഓറഞ്ച് ഇട്ടോണ്ടാ? അത് ജംഷീനെ കണ്ടോണ്ട്. അല്ല, ജംഷി നീലയാണ്. അപ്പോഴത്തേക്കും ഞങ്ങള് വിചാരിച്ചെന്താണ്, ഫോട്ടോ എടുത്ത് മേടിച്ചപ്പം ഫോട്ടോ എടുത്തതിന് വഴക്ക് പറയാനാണെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലായിരുന്നു നമ്മളിതാ ക്ലാസ്സിലെത്തി. ഇവിടെ കുറച്ച് ഇവിടെ എല്ലാരും ഉണ്ട്. ചേച്ചി പ്രൊജക്ട് എങ്ങനെയാണ്? ഇതാ ഷിഫാനായും ചേച്ചി ഇരിപ്പുണ്ട്. ചേച്ചി എന്താണ് പറയാനുള്ളത്? അതെന്ത് പറയാനില്ലാത്ത? ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാ? ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു എറിയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കി എടുത്ത് ഭിത്തിയിലെടുത്ത് തുരയ്ക്കുക. എന്നിട്ട് കശത്ത് വെച്ച് ഇറുക്കും. കേട്ടല്ലേ? ഷിഫാനടുത്ത് കൊണ്ടാണ് പറഞ്ഞു. നമുക്ക് ഫാത്തിമായ വേണ്ട. നമ്മളെ പിന്നെ എന്തോ MBA ഡിപ്പാർട്ട്മെന്റ് ട്രോഫി കണ്ടു. ഇത്രയും പേരാണ് നമ്മളെ സിറാജ് സാറ്, ബാക്കിയാരും എനിക്കറിയാം. ഇവിടെ പഠിച്ച പിള്ളേരായിരുന്നു.
ഇന്റേൺഷിപ്പിന്റെ റിപ്പോർട്ട് മൊത്തം തെറ്റാണെന്ന് എഴുതി തന്നു. പിന്നെ എല്ലാം ഒന്നേം ജോലി ചെയ്യണം. നമ്മള് കഴിക്കാൻ വേണ്ടി നമ്മളെ സൈറ്റിൽ പോകുന്നു. എന്തോ ഓർഡർ ചെയ്ത നമ്മളെ വിളിച്ച് പറഞ്ഞ അല്ലെങ്കിൽ ലേറ്റ് ആവും, വീട്ടിൽ പോകണം, നേരത്തെ വീട്ടിലൊക്കെ പോകണം. ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. നല്ലപോലെ വെച്ചിട്ടൊന്നും കഴിച്ചില്ല. വലുതായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തിനാ ഓർഡർ ചെയ്തോ നീ? നമ്മൾ എത്താറായി. പത്താം നീ മാറി നിൽക്കൂ. നമ്മൾ താഴെ കൂടിയാണ്. ഇരിക്കുകയാണ്. പിങ്കി നീ എന്തിനാണ് ഇവിടെ കണ്ടോ? ഇവിടെ എന്തോ സാധനം കൂടി ഇത് എഴുതി വെച്ചേക്കുന്ന സ്വന്തമായിട്ട് പറയുന്ന കൈസ് ഇൻട്രോവേർട്ട് ആണെന്ന്. എന്തിനു ചെയ്യാൻ? ഇത് കണ്ടോ? ആറോ വാട്ട. ഇത് നമ്മൾ കുടിക്കത്തില്ല, കാരണം ഇതിന് പൈസ കൊടുക്കണം. ഇതാവുമ്പോ ഓസിന് കിട്ടിയ വെള്ളം. മറ്റേ ആ ചേട്ടന്റെ ഫോട്ടോ എവിടാ ഇതിനകത്തുള്ള? അത് കൊണ്ടുപോയി. നീയല്ലേ പറഞ്ഞ? എനിക്കറിയില്ല. ഇതാണ് ഗൈസ് ഇവിടുത്തെ മെനു കാർഡ്. ഇതാണ് ഇവിടുത്തെ മെനു കാർഡ് ഗൈസ്. ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതുകൊണ്ട്. പക്ഷെ മറ്റേ സാധനം ബർഗറിന്റെയും റോസ്റ്റഡിന്റെയും ഒക്കെ വകയാണ് അവര് കൊണ്ടുപോയി. കിട്ടി ഗൈസ്, നമ്മളെ മന്തി കിട്ടി. എല്ലാവരും ഇതിനകത്ത് ബണ്ണൊന്നുമില്ല. എനിക്ക് രണ്ട് പല്ലുണ്ട്. ഭർത്താക്ക് മാത്രം മതി പല്ല്. എടുക്കൂ. സൂപ്പർ കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത്. എനിക്ക് പീസ് തരാതെ എല്ലാവരും എടുത്ത് തിന്നു. അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ തിന്നാൻ പോകും. ഭർത്താക്ക് മന്തി വേണ്ട, അതുകൊണ്ട് അവള് ബന്നും ഇതും തിന്നു. നമുക്ക് എല്ലാവർക്കും മന്തി വേണം. മന്തി സൂപ്പർ കോമ്പിനേഷനാണ്. ഇവർക്ക് പ്ലേറ്റ് തിന്നാൻ വയ്യാത്തോണ്ട് ഇവിടുത്തെ മുഴുവൻ പാത്രം എടുത്ത് വെച്ച് തിന്നെയാണ്. എന്റെ പോസ്റ്റഡി തൊട്ട് കഴിച്ചു ഒന്നും പാത്രം തിന്നാത്തവര്. നമ്മളെല്ലാരും കഴിച്ചു തീർന്നു. പസായും തീർന്നു, ഭാവിയും തീർന്നു. പിങ്കി മാത്രം ആഹാരത്തിന്റെ വില എനിക്കറിയാം, അതുകൊണ്ട് മാത്രം ഞാൻ തിന്നുന്നു. വീട്ടിരിക്കണം. ഇവളുമാരൊക്കെ ഓർഡർ ചെയ്തിട്ട് തിന്നുന്നില്ല. ഞാൻ അതാണ് എനിക്ക് വയറ് വെക്കുപോയത്. തിന്നടി തിന്നോടി. ആഹാരത്തിന്റെ വില ആർക്കും തിന്നാൻ വയ്യ. നല്ല വയറ് നിറച്ച് തന്നെ എല്ല് കുടുങ്ങിയിരിക്കും. അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ.